നമസ്കാരം. ഓരോ ഓണക്കാലവും സാധാരണ മനുഷ്യർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവർക്കുള്ളതുകൊണ്ട് സന്തോഷത്തോടെ ഓണമുണ്ണണമെന്ന് ആഗ്രഹിച്ച, അതുകൊണ്ടാണ് കാണം വിറ്റും ഓണമുണ്ണും എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തെ അവസ്ഥ ദയനീയമായിരുന്നു. ഓണത്തിന് കിറ്റ് കൊടുക്കുന്നു എന്ന പബ്ലിസിറ്റി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓണക്കാലം പാവപ്പെട്ട മനുഷ്യർക്ക് ദുരിതകാലമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ തള്ളിനൊരു കുറവുമില്ല. എന്നാൽ ഇക്കുറി ഓണം അങ്ങനെയല്ല. പാവപ്പെട്ട മനുഷ്യർക്ക് ഓണമുണ്ണണമെങ്കിൽ അവരുടെ വീടുകളിൽ പണം കുറവാണെന്നും അതുകൊണ്ട് സപ്ലൈകോയിലും മാവേലി സ്റ്റോറിലുമൊക്കെ ആവശ്യത്തിന് വില കുറഞ്ഞ സാധനങ്ങൾ വേണമെന്നും തിരിച്ചറിഞ്ഞ് സർക്കാർ വേണ്ടത്ര ജാഗ്രതയോടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇക്കുറി ക്യൂവില്ല, കാത്തു നിൽക്കേണ്ട, കൊട്ടിഘോഷമില്ല, എല്ലാ സാധനങ്ങളും കൃത്യമായി എത്തിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു സാധനത്തിനും ക്യൂ നിൽക്കേണ്ട, ആവശ്യത്തിലധികം സാധനങ്ങൾ നേരത്തെ തന്നെ എല്ലായിടത്തും എത്തിച്ചു. എന്നിട്ട് CPM സംബന്ധിച്ചില്ല, ഓണത്തിനൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്യാപ്സ്യൂൾ അവർ ഇറക്കി വിട്ടു. മുഖ്യമന്ത്രി VD സതീശൻ അത് പൊളിച്ചു കളഞ്ഞിരുന്നു. തെറ്റായിട്ടുള്ള വാർത്തയാണത്. ഈ ഓണക്കിറ്റ് വിതരണം സംസ്ഥാന ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയുള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെ സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം പുരോഗമിക്കുകയാണ്. റേഷൻ കടകളിൽ എത്തിച്ച ആകെ കിറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 6,02,650 റെഡിയാണ്. അതിൽ ഡിമാൻഡ് 5,93,000 ഉള്ളൂ. പക്ഷേ നമ്മുടെ 6,02,000 നമുക്ക് റെഡിയാണ്. ഇതുവരെ റേഷൻ കടകളിൽ എത്തിച്ചത് 3,06,092 കിറ്റ്. ഏകദേശം പകുതിയിലധികം കിറ്റുകൾ റേഷൻ കടയിൽ എത്തിച്ചിട്ടുണ്ട്. കാർഡ് ഉടമകൾ കൈപ്പറ്റിയത് അതിൽ 75,885 കാർഡ് ഉടമകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഓരോ ജില്ല തിരിച്ചുള്ള ഓരോ കണക്കുകളും പ്രത്യേകമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. വ്യാപകമായ പ്രചരണം ഓണക്കിറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രചരണം നടക്കുകയാണ്. സമയമാണ്, ഇതാണ് സമയം, കൊടുക്കേണ്ട സമയം. കഴിഞ്ഞ ദിവസം അത്തം തുടങ്ങിയല്ലോ, ഓണാഘോഷം തുടങ്ങിയല്ലേ. കറക്റ്റായിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ സമയത്തിൽ എത്തിക്കും. കൃത്യസമയത്ത് ഈ മാവേലി സ്റ്റോറുകളിൽ 13 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് നിത്യോപയോഗ സബ്സിഡി കൊടുക്കുന്ന 13 ഐറ്റംസ് ഫുള്ളായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ കൃത്യമായിട്ട് ഉണ്ട്. കൃത്യമായിട്ടുള്ള സർക്കാർ ഇടപെടൽ അവിടെ നടത്തുന്നുണ്ട്. ഒരു വിലക്കയറ്റം ഇല്ലാതെ 13, ഒരു സാധനത്തിൻ്റെ വില കൂട്ടിയിട്ടില്ല, 13 സബ്സിഡി സാധനങ്ങളും ഒരു വിലക്കയറ്റം ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാ ഔട്ട്ലെറ്റിലും, കേരളത്തിലെ മുഴുവൻ ഔട്ട്ലെറ്റിലും എത്തിച്ചിട്ടുണ്ട്. പണ്ട് പല സ്ഥലത്തും ഒഴിഞ്ഞു കിടന്നിരുന്ന് നിങ്ങൾ തന്നെ ചിത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടക്കാതെ പോയിട്ടുണ്ട്. സപ്ലൈകോയുടെ ഓണം ഫെയർ LDF MLA തന്നെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പോയ സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഒരു ഔട്ട്ലെറ്റിലും ഇല്ല. 10 ഇനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ വില കുറച്ചു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തൂരപ്പരിപ്പ് തുടങ്ങിയ 10 പ്രമുഖ അവശ്യ സാധനങ്ങൾക്കും കഴിഞ്ഞ ഓണക്കാലത്തെ സബ്സിഡി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് വിതരണം ചെയ്യുന്നത്. ശബരി വെളിച്ചെണ്ണ വീണ്ടും വില കുറച്ചു. സപ്ലൈകോ വഴിയുള്ള ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 നിന്ന് 20 രൂപ കൂടി കുറച്ച് 229 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2 മാസത്തെ സബ്സിഡി ഒറ്റയടിക്കാണ്. ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് വാങ്ങാം. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ജില്ല തിരിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ CPM ഈ ക്യാപ്സ്യൂളിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. സാധാരണ മനുഷ്യർ ആഹ്ലാദത്തോടു കൂടി രംഗത്ത് വരുന്നു. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിലെ സാധാരണ മനുഷ്യരുടെ സന്തോഷം കണ്ടിട്ടറിയുക. ഈ ദൃശ്യങ്ങൾക്ക് ഏഷ്യാനെറ്റിനോട് കടപ്പാട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. മുളക്, മല്ലി, ശർക്കര, എല്ലാ ഐറ്റവും വാങ്ങിച്ചിട്ടുണ്ട്. മോനെ എങ്ങനെയായാലും ഒരു 30% ലസ്ഥാൻ വരുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. ഒറ്റ ഒരു വന്ന ഓണത്തിലുള്ള മൊത്തം സാധനം വാങ്ങി പോവാം. ഒറ്റ ഇതില് വളരെ ഈസി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ എന്തൊരു ലൈനായിരുന്നു. റേഷൻ കാർഡ് ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ബഹളമാണ്. പക്ഷെ ആള് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാണ് വീട്ടിൽ പോകണം. ഇപ്പൊ അത് വേണ്ട, ഒറ്റ സെക്കൻഡിലൊക്കെ ഇറങ്ങാം. വളരെ ഹാപ്പി, വളരെ ഹാപ്പി. ശബരി വെളിച്ചെണ്ണ ഓപ്പൺ മാർക്കറ്റിൽ 350 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 229 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ അത് 249 ആയിരുന്നു. 20 രൂപ ഇന്നേ ദിവസം കുറച്ചിട്ടുണ്ട്. പിന്നെ മറ്റെല്ലാ സാധനങ്ങളും അതുപോലെ ഈ ശബരിയുടെ അപ്പം പൊടി, പുട്ടുപൊടി, ഇത് 1 കിലോ ഓപ്പൺ മാർക്കറ്റിലെ 95 രൂപ വരെ വിലയുള്ളത് നമുക്കിവിടെ 49 രൂപയാണ് നമ്മുടെ വില.
സബ്സിഡി അല്ലാത്ത സാധനങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട്. ഉദാഹരണത്തിന് കടലപ്പരിപ്പ് നമ്മളിവിടെ അര കിലോ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ശർക്കര 69 രൂപയുള്ളൂ. അതുപോലെ തന്നെ മെയിൻ കമ്പനികളുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ കംഫർട്ട്, സൺലൈറ്റ്, വിംബാർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. യുണിബിക്കിന്റെ ബിസ്ക്കറ്റിനൊക്കെ 50% മുതൽ 50%, 60% വരെ വിലക്കുറവിൽ നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. ചില പാലടകൾക്ക് ഒന്നിനൊന്ന് ഫ്രീ ആയി ബൈ വൺ ഗെറ്റ് വൺ കോംബോ ഓഫേഴ്സ് ശരിക്കും നമ്മളെ ഒരുപാട് കമ്പനിക്കാർ നമ്മളെ സഹായിച്ചിട്ട് അങ്ങനെ കോംബോ ഓഫേഴ്സ് ശരിക്കും കൊണ്ടുവരാൻ അവർ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കോംബോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന ഉപഭോക്താക്കൾക്ക് നല്ല രീതിക്ക് ലാഭം കിട്ടുന്ന ഒരുപാട് സാധനമുണ്ട്. ഇവിടെ ഉള്ളൊരു 80% മുകളിൽ സാധനങ്ങളും വളരെ വളരെ ലാഭത്തിൽ കിട്ടുന്ന സാധനങ്ങൾ. ഇത് സാധാരണ മനുഷ്യൻ്റെ സന്തോഷമാണ്. എങ്ങനെയാണ് ഈ ഓണം അവർക്ക് സന്തോഷം നൽകുന്നത് എന്നവർ പറയുന്നു. ഒഴിഞ്ഞുപോയ പിണറായി സർക്കാരിനെ ഓർത്ത് അവർ അഭിമാനിക്കുന്നു. ഇനിയും ആ ദുർഭരണം വരരുതേ എന്നവർ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ദുർഭരണം ഒഴിഞ്ഞുപോയതിൽ ജനങ്ങൾ സന്തുഷ്ടരാണ്. പ്രതിപക്ഷം ഒരു ഉളുപ്പുമില്ലാതെ വൃത്തികേടുകൾ പറയുന്നെങ്കിലും ഇക്കുറി വിലക്കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. അത് സബ്സിഡി സാധനങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്ത സാധനങ്ങൾക്കും വിലക്കുറവാണ്. സബ്സിഡി നിരക്ക് കിട്ടുന്ന സാധനങ്ങളുടെ ഒരു കണക്ക് മനോരമ പ്രസിദ്ധീകരിച്ച് ഞാൻ കാണിക്കാം. ഓരോ സാധനത്തിൻ്റെ ഈ വർഷത്തെ വില, പൊതുവിപണിയിലെ വില. ആദ്യം കഴിഞ്ഞ വർഷത്തെ വില, പിണറായിയുടെ കാലത്തെ വിലയാണ്. ജയ അരി 33 രൂപ, 49.54 രൂപ. ജയ അരിക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും സർക്കാരിൻ്റെ വില 33 മാർക്കറ്റിൽ ഇതാണ് വില. കുറുവ അരിക്കും കഴിഞ്ഞ തവണയും ഈ തവണയും 33 46-40 വിപണി വില. കുത്തരി അല്ലെങ്കിൽ മട്ടയ്ക്ക് 33, 31, 54,79. പച്ചരിക്ക് 29, 40, പഞ്ചസാരയ്ക്ക് 34, 65, 54, ചെറുപയറിന് 90, 85. ചെറുപയറിന് കഴിഞ്ഞ വർഷത്തേക്കാൾ 5 രൂപ കുറവാണ്. വിപണിയിലെ വില 139 രൂപ 93 പൈസയാണ്. വൻകടലയ്ക്ക് 2 രൂപ കുറവാണ്. കഴിഞ്ഞ വർഷം 65 രൂപ, ഇക്കുറി 63 രൂപ. വിപണി വില 117 രൂപ 25 പൈസ. ഉഴുന്നിന് കഴിഞ്ഞ തവണ 90 രൂപ, ഇക്കുറി 87 രൂപ, അതായത് 3 രൂപ കുറവ്. വിപണി വില 145 രൂപ 71 പൈസ. വൻപയറിന് 70 രൂപ കഴിഞ്ഞ തവണ, ഇത്തവണ 68 രൂപ, 113 രൂപ വിപണി വില. തുവരപ്പരിപ്പിന് 93 രൂപ കഴിഞ്ഞ തവണ, 10 രൂപ കുറവ്, അതായത് 83 രൂപ, ഇത്തവണ 140 രൂപ 21 പൈസ മാർക്കറ്റിലെ വില. വറ്റൽ മുളകിന് കഴിഞ്ഞ തവണ 115.50, ഇക്കുറി ഇച്ചിരി കൂടിയിട്ട് 136.50, 320 രൂപ വിപണി വില. മല്ലിക്ക് 40.95 ആയിരുന്നു, ഇക്കുറി 47.25, 105 രൂപ. വെളിച്ചെണ്ണയ്ക്ക് 110, 115.50, 152. ഇതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സാധാരണ മനുഷ്യൻ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള ദിവസം 250 കോടിയുടെ വിൽപ്പന സപ്ലൈകോയ്ക്കുണ്ടായി. അതിൻ്റെ കാരണം സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ മറ്റു സാധനവും വരും. അതുകൊണ്ട് സപ്ലൈകോയ്ക്ക് ലാഭമാണ് ഉണ്ടായത്. സപ്ലൈകോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സമസ്ത മേഖലകളിലും അങ്ങനെയാണ്. KSRTC ജീവനക്കാരുടെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതാണ്. അവർ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ബോണസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ മാറ്റം കൊണ്ടുവന്നത്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് കൃത്യമായ ആലോചനയോടെ, കൃത്യമായ പ്ലാനോടെ ഈ ചെറിയ കാലയളവിൽ പ്രവർത്തിച്ചു. വെറുതെ കാത്തിരുന്നില്ല, മന്ത്രിസ്ഥാനം വൈകിയെന്ന് പറഞ്ഞ് ആദ്യം മുതൽ ഉത്തരവാദിത്വത്തോടെ അനൂപ് ജേക്കബ് പ്രവർത്തിച്ചപ്പോൾ റിസൾട്ട് കിട്ടി. അനൂപ് ജേക്കബിനോട് ഞാൻ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. ഞാൻ വളരെ ആദ്യം നന്ദി പറയട്ടെ. കാരണം കഴിഞ്ഞ ഓണ വിപണിയുടെ സമയത്ത് ജനങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു. ഇക്കുറി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. എവിടെ ചെന്നാലും സന്തോഷമാണ്. അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് പറയാമോ? അതായത് ഈ ഒരു പെട്ടെന്ന് സമീപം ക്യൂ ഇല്ല, സ്ഥലം നേരത്തെ, എല്ലാ സാധനങ്ങളും നേരത്തെ എത്തിച്ചു. എങ്ങനെയാണ് ഇത് അന്ന് പ്ലാൻ ചെയ്തത്? ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് ചുമതലയേൽക്കുന്ന സമയത്ത് ഓണത്തിന് 2.5 മാസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ആദ്യമേ തുടങ്ങിയത്. ഇതിന്റെ അകത്ത് കഴിഞ്ഞ ഓണത്തിന് ഒരുപാട് പാളിച്ചകൾ കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ ഇന്റന്റ് പ്ലേസ് ചെയ്യുന്നതിൽ പോലും ഒരു കൃത്യമായ പഠനം നടത്തിയിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഏതൊക്കെ മേഖലയിൽ ആവശ്യങ്ങൾ വരുന്നു, ഏതൊക്കെ ഐറ്റംസിനാണ് കൂടുതൽ വേണ്ടി വരുന്നത് തുടങ്ങിയതിന്റെ കണക്ക് എടുക്കാനുള്ള നടപടികൾ ആദ്യമേ ആരംഭിച്ചു. അതിന് അതായത് എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരും, നമുക്ക് ടോട്ടൽ ഒരു ഓണത്തേക്ക് നമുക്ക് ഫേസ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വേണ്ടി വരും, ഡിമാൻഡ് എത്രയുണ്ട്, അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്ക് എടുക്കാൻ കഴിഞ്ഞു. ആ കണക്ക് സഹിതം ഗവൺമെന്റിലേക്ക് നൽകാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ തുക ഗവൺമെന്റിൽ നിന്ന് അനുവദിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി. അങ്ങനെ 253 കോടി രൂപ ഞാനത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് 253 കോടി രൂപ ആവശ്യമായ നിലയിൽ കിറ്റിന് ആവശ്യമായ തുക, പിന്നെ സബ്സിഡി സാധനങ്ങൾ കൊടുക്കേണ്ടി വരുന്ന തുക, അതെല്ലാം കൂടി കണക്കാക്കി അഡ്വാൻസ് പേയ്മെന്റ് റെഡിയാക്കി. അപ്പൊ വളരെ നേരത്തെ, എനിക്ക് തോന്നുന്നൊരു 1.5 ഞങ്ങള് ഈ കഴിഞ്ഞ ഒരു ജൂലൈ
ആദ്യം തന്നെ അതിനുവേണ്ടിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞിരുന്നു. അതനുസരിച്ച് സപ്ലൈ ഓർഡേഴ്സ് കൊടുത്തു. പിന്നെ സെപ്റ്റംബറിലേക്കും കൂടിയുള്ള ഐറ്റംസും കൂടി വാങ്ങാനുള്ള ഒരു നിർദ്ദേശവും വെച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നത് നമുക്ക് അറിവുള്ളത് പോലെ സെപ്റ്റംബറിലെ അലോട്ട്മെന്റും കൂടി ആവശ്യക്കാർക്ക് ഓഗസ്റ്റിൽ എടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അതും കൂടി കണക്കാക്കിക്കൊണ്ട് മാക്സിമം എടുത്തു. ഫെസ്റ്റിവൽ സീസണിന്റെ കണക്കാക്കിക്കൊണ്ട പർച്ചേസും സെപ്റ്റംബർ മാസത്തെയും കൂടി പർച്ചേസും കൂടി ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. അങ്ങനെ ഇതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. ഇപ്പൊ പ്രത്യേകിച്ച് സബ്സിഡി സാധനങ്ങൾ ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആൾക്കാര് മാവേലി സ്റ്റോറിലേക്ക് വരുന്നത് മെയിൻ ഈ സബ്സിഡി സാധനങ്ങൾക്ക് വേണ്ടിയാണ്. 13 സബ്സിഡി സാധനങ്ങൾക്ക്. ആ സബ്സിഡി സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലൈകോയിൽ ആള് വരൂ. എന്നാൽ മാത്രമേ സപ്ലൈകോയിൽ കച്ചവടം നടക്കൂ. മറ്റു ഉൽപ്പന്നങ്ങളുടെ ഈ മറ്റു ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തിൽ നിന്നാണ് സപ്ലൈകോയ്ക്ക് ലാഭം വരുന്നത്. അപ്പം ഈ സബ്സിഡി സാധനങ്ങൾ വന്നതോടെ വിറ്റുവരവ് കൂടി. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയം വരെ 250 കോടി രൂപയുടെ വിറ്റുവരവ് ഏകദേശം വന്നു എന്നുള്ളതാണ് റഫായിട്ട് ലഭ്യമായ കണക്ക്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഈ സപ്ലൈകോയിലേക്ക് പ്രോഡക്റ്റ് ഉറപ്പാക്കി എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രാഷ്ട്രീയ. അതിനാവശ്യമായ ആക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.